ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഡോക്ടർ മുത്തൂസ് കോളേജ് ആണ്. ഇവിടെ പാരാമെഡിക്കൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡോക്ടർ MGR യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഈ കോളേജിൽ വെറും 35 സീറ്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 2 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ജിൻഷയാണ്. ജിൻഷയുടെ ഫസ്റ്റ് ഇയർ കാർഡിയാക് കെയർ ടെക്നോളജി സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ ജിൻഷയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ജിൻഷ എവിടെ നമ്മളെ വരുന്നേ? ഞാൻ പാലക്കാട് വടക്കഞ്ചേരി. വടക്കഞ്ചേരിന്നാണ്. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ഈ മുത്തൂസിനെ കുറിച്ച് അറിഞ്ഞത്? മുത്തൂസിനെ കുറിച്ച് എൻ്റെ ഒരു കസിൻ ബ്രദർ വഴി അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ അഡ്മിഷൻ എടുത്തത്. കസിൻ ബ്രദർ ഇവിടെ പഠിക്കുക അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, ആള് ഇവിടെ വർക്ക് ചെയ്യാണ്. അപ്പൊ അങ്ങനെ അറിഞ്ഞു വന്നതാണ്. എങ്ങനെയുണ്ട് മുത്തൂസ് അഡ്മിഷൻ എടുക്കാൻ വന്നത്? ഡയറക്റ്റ് നിങ്ങൾ ഇവിടെ കോളേജ് വന്ന് കണ്ടിട്ടാണോ അഡ്മിഷൻ? ഡയറക്റ്റ് കോളേജ് ഹോസ്പിറ്റലിൽ കണ്ടിട്ടാണ് അഡ്മിഷൻ എടുത്തത്. ഓക്കെ, എങ്ങനെ ഹോസ്പിറ്റലിന്റെ ഒരു ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഫെസിലിറ്റീസ് ഒക്കെ നല്ലതായിരുന്നു. പേഷ്യൻസും ഉണ്ട്, അത്യാവശ്യം പേഷ്യൻസ് കൗണ്ട് ഒക്കെ ഉള്ള ഹോസ്പിറ്റൽ തന്നെയാണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ നോർമലി എല്ലാ സ്റ്റുഡൻസിനും ഒരു ഡൗട്ടാണ് മോളെ, ഇവിടുത്തെ സേഫ്റ്റി ഒക്കെ എങ്ങനെയാണ്, നിങ്ങളുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഫുഡ് ഹൈജീനിക്, ഇതെല്ലാം നമ്മുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പാരന്റ്സിന് അതുപോലെ തന്നെ സ്റ്റുഡൻസിനുള്ള ഒരു ഡൗട്ട്സ് ആണ്. പ്രത്യേകിച്ച് ഈ ഒരു സേഫ്റ്റി പ്രശ്നം, അതുപോലെ തന്നെ റാഗിങ്, അങ്ങനെയൊക്കെ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടോ? ഇല്ല, ഇവിടെ റാഗിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഹോസ്റ്റലിലെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഞങ്ങക്ക് വാർഡൻ ഉണ്ട്, ഹോസ്റ്റലും സേഫ് ആണ്. ഇപ്പൊ എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ വാർഡൻ എങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാറുണ്ടോ? അതെ, കൊണ്ടുപോകാറുണ്ട്. അവര് തന്നെ കൊണ്ടുപോയി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എങ്ങനെ ഫുഡിന്റെ കാര്യമൊക്കെ വരുമ്പോ എങ്ങനെയാ? ഫുഡ് സൂപ്പറാണ്. മലയാളി ഫുഡൊക്കെ കിട്ടും. നോൺ വെജ് കിട്ടും. എല്ലാ ദിവസവും നോൺ വെജ് ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ നോൺ വെജും അവൈലബിൾ ആണ്, നമ്മുടെ കേരള ഫുഡും അവൈലബിൾ ആണ്. എത്ര സ്റ്റുഡൻസ് വരുമ്പോൾ നമുക്ക് കേരളത്തിലെന്ന് വരുമ്പോൾ നോർമലി നോക്കുമ്പോൾ കേരള സ്റ്റുഡൻസ് ആണോ? ഇവിടെ കേരള സ്റ്റുഡൻസ് ആണ് കൂടുതൽ. ഇപ്പൊ സീനിയേഴ്സും ജൂനിയേഴ്സും ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എങ്ങനെയാണ്? നല്ല ബോണ്ടാണ്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ? ഒരു പ്രശ്നമില്ല. ഇപ്പൊ നോർമലി എല്ലാവർക്കും ഡൗട്ട് ആയിരിക്കുമല്ലേ, ഇവിടെ വരുമ്പോ സീനിയേഴ്സ് നമ്മുടെ അടുത്ത് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ റാഗിങ് ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് ആയിരിക്കും. പക്ഷെ അതൊന്നും ഇല്ല എന്നാണ് മോള് പറയുന്നത്. ഇപ്പൊ ഹോസ്റ്റലിലാണെങ്കിൽ എത്ര പേരുണ്ട് മോളെ? ഒരു റൂമിനകത്ത് നിങ്ങളുടെ റൂമിൽ എത്ര പേരാണ്? എന്റെ റൂമിൽ 6 പേരുണ്ട്. എങ്ങനെ 6 പേർക്കുള്ള ഫെസിലിറ്റീസ്? കബോർഡ്, സ്റ്റഡി ടേബിൾ എല്ലാം സെപ്പറേറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പൊ സ്റ്റഡീസിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് 10 സീറ്റ്സ് ആണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ടീച്ചേഴ്സിന്റെ അടുത്തുനിന്ന് കിട്ടുന്ന ഒരു ഇൻഡക്ഷൻ അത് എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. നോർമലി ഇപ്പൊ ഒരു 100 സ്റ്റുഡൻസ് ഇരിക്കുന്ന സ്ഥാനത്ത് ഇപ്പൊ ഒരു 10 സ്റ്റുഡൻസ് ഇരിക്കുമ്പോൾ അതിന്റേതായ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഉണ്ട്. ഞാൻ നല്ല രീതിയിൽ ക്ലാസ് എടുത്തരും. മനസ്സിലായില്ലെങ്കിൽ ഓരോരുത്തരെയും വിളിച്ച് ചോദിച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. ഇപ്പൊ എല്ലാം കൊണ്ട് നിങ്ങൾ ഓക്കെ ആണ്? ഓക്കെയാണ്. ഇപ്പൊ ഇവിടുത്തെ ലാബ് ഫെസിലിറ്റീസ് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് കണ്ടായിരുന്നു ലാബ്. എന്നാലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലാബിന്റെ എക്സ്പ്ലോർ കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? ലൈബ്രറി ആയാലും ലൈബ്രറിയിലാണെങ്കിലും നിറയെ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാബ് ഫെസിലിറ്റീസ് ആണെങ്കിലും എല്ലാം ഞങ്ങൾക്ക് ഓക്കെയാണ്. നല്ലതാണ്. ബുക്സ് ഒക്കെ ആണെങ്കിൽ എടുത്തിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിട്ടേൺ വയ്ക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അതോ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് തന്നെ വായിക്കാം? അവിടെ ഇരുന്ന് തന്നെ വായിക്കാം. എടുത്തത് നമുക്ക് ആവശ്യം കഴിഞ്ഞ് അങ്ങനത്തെ വേറെ ഇഷ്യൂസോ ഇല്ല. അങ്ങനെ ഇത്ര ടൈമിനുള്ളിൽ റിട്ടേൺ വയ്ക്കണം അങ്ങനെയൊന്നും ഇല്ല. നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ മോളെ, പിന്നെ ഇവിടുത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇപ്പൊ നോർമൽ സ്റ്റുഡൻസ് ചിന്തിക്കുന്നുണ്ടാവും, കുറച്ച് സ്റ്റുഡൻസ് അല്ലേ ഉള്ളൂ, അപ്പൊ എങ്ങനെയായിരിക്കും ക്യാമ്പസ് ലൈഫ് കിട്ടുന്നത്, അതുപോലെ തന്നെ ഇവിടെ സെലിബ്രേഷൻസ് കാര്യങ്ങളുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് എന്തായാലും നോർമൽ സ്റ്റുഡൻസിനുണ്ടാവും. എങ്ങനെ ഇവിടെ അതൊക്കെ വരുന്നത്? ഇവിടെ ഞങ്ങൾ ഓണം, ക്രിസ്മസ്, പൊങ്കൽ എല്ലാ ഫംഗ്ഷനും ചെയ്യാറുണ്ട്, നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് ഇപ്പൊ ആർട്സ് ആയാലും സ്പോർട്സ് ആയിട്ടുള്ള അതൊക്കെ എങ്ങനെയാ വരുന്നത്? എല്ലാം നല്ലത് തന്നെയാണ്. പിന്നെ വീക്കെൻഡ്സിൽ ഞങ്ങൾ ഒരുമിച്ച് കളിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങൾ സീനിയേഴ്സ് ജൂനിയേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് കളിക്കും. മോളെ, ഇവിടുത്തെ ഒരു റീച്ചബിലിറ്റി ഒക്കെ എങ്ങനെയാ വരുന്നത്? ഇവിടെ ഇപ്പോ വരുവാണെങ്കിൽ ഹൈവേന് സൈഡിൽ തന്നെയാണ്. അപ്പോ വരുമ്പോ പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അടുത്ത്. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ എത്ര ടൈം എടുക്കും? 10 മിനിറ്റ്. അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പൊ ഇനി നെക്സ്റ്റ് ഇയർ വരുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത്, അതായത് ഇപ്പൊ കാർഡിയാക് കെയർ എന്നുള്ള ഒരു കോഴ്സ് എടുത്ത് വരുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് നമുക്കിപ്പോ ആ ഒരു കോഴ്സ് എടുക്കുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഈ കോളേജിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണ്. കാർഡിയാക് ടെക്നോളജി കോഴ്സ് ആണെങ്കിലും ഇനി അബ്രോഡ് പോകണമെങ്കിൽ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. പിന്നെ മുത്തൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കാത്ത് ലാബ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ നല്ലത് തന്നെയാണ്.
100% ഓക്കെയാണ്. അപ്പൊ മോളിവിടെ 100% ഓക്കെ ആണ്. അപ്പൊ ആർക്കെങ്കിലും മുത്തൂസിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ മോക്ക് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.